അവിടെ ഒറ്റയ്ക്ക് ജയിക്കാൻ വേണ്ടി കഴിയുക? ഞങ്ങളുടെ വോട്ട് കൊണ്ടല്ലേ ജയിച്ച്. ഭാര്യയും ഭർത്താവ് കൂടിയും ഭരിച്ച് വല്ലാത്തൊരവസ്ഥയിലാക്കിയിട്ടല്ലേ അഗളി പഞ്ചായത്ത് ഇപ്പോൾ BJPയുടെ കയ്യിലേൽപ്പിച്ച്. എവിടെയെങ്കിലും 4 CPIക്കാരുണ്ടെങ്കിൽ 4 ആളുണ്ടെങ്കിൽ 5 സീറ്റാ ചോദിക്കുക. 4 ആളുണ്ടെങ്കിൽ 5 സീറ്റ് ചോദിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPI. അതല്ലേ നിങ്ങളുടെ അവസ്ഥ? എന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് CPIയുടെ കൗൺസിൽ യോഗം ചേർന്ന് മുഖ്യമന്ത്രിക്കും CPM നേതാക്കൾക്കുമെതിരായിട്ടാണ് അതിഗംഭീര വിമർശനം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വകുപ്പുകളൊക്കെ പത്രമാറ്റി തങ്കാണോ? ഈ പാലക്കാട് നെൽകൃഷിക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിനുള്ള പങ്ക് ചില്ലറയാണോ? അവസാനം അവർക്ക് 1 രൂപയെങ്കിൽ 1 രൂപ താങ്ങുവില വർദ്ധിപ്പിക്കാനും കൃത്യസമയത്ത് നെല്ലെടുക്കാനും നെല്ലിൻ്റെ വില കിട്ടാനും ആവശ്യമായിട്ടുള്ള എത്രമാത്രം ഇടപെടലാണ് നിങ്ങൾ ഈ വിമർശിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്? ഇന്നും പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെയുള്ള നെൽകൃഷിക്കാരുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടടി ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ആകെ നഷ്ടപ്പെട്ടത് 8 പഞ്ചായത്ത് മാത്രമാണ്. ജില്ലാ പഞ്ചായത്തിൽ ഇന്നുവരെ ഇല്ലാത്ത രൂപത്തിൽ 4-5 സീറ്റുകൾ കോൺഗ്രസിന് BJPയുടെ സഹായത്തോടു കൂടി അധികം കിട്ടി. ഇവിടെ 7 ജില്ലാ പഞ്ചായത്തുകളിൽ സംസ്ഥാനത്ത് നാം വിജയിക്കുകയുണ്ടായി. ഏതാണ്ട് 100ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ പരാജയപ്പെട്ടു. ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നാം പരാജയപ്പെടുകയില്ല. പരാജയം എവിടെയുണ്ടായോ അവിടെയൊക്കെ BJPയും കോൺഗ്രസും തമ്മിൽ അവിഹിതവും അവിശുദ്ധവുമായ കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്ന കാര്യം CPIക്കാരും മറക്കണ്ട.